ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ UAE നിന്ന് ഒമാനിക്ക് പോകുന്ന ഒരു വീഡിയോ, പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളുമാണ് വ്ളോഗായിട്ട് ഇട്ടിരിക്കുന്നത്. സമ്മർ വെക്കേഷൻ ആയിരുന്നപ്പോൾ കുട്ടികളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണം എന്നാലോചിച്ചപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചൂസ് ചെയ്തത് ഒമാനാണ്. അവിടെ എൻ്റെ ബ്രദർ കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയിട്ടൊരു 3-4 ഡേയ്സ് സ്റ്റേ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വ്ളോഗ്. അബുദാബിയിൽ നിന്ന് നമുക്ക് ഒമാനിക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ളത് അലൈൻ വഴി മെസിയാദ് ബോർഡർ വഴി പോകുന്നതാണ്. മെസിയാദ് ബോർഡർക്ക് അബുദാബിയിൽ നിന്ന് ഏകദേശം 1 hour 50 minutes ഡ്രൈവൊക്കെ ഉള്ളൂ. ഒരു 180 kilometer അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഏകദേശം 2 hours കൊണ്ട് നമുക്ക് ഒമാൻ ബോർഡറിൽ എത്താൻ പറ്റും. പിന്നെ അവിടുന്ന് എൻ്റെ ബ്രദർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു 2.5 hour കൂടി. നമ്മൾ UAE റെസിഡൻസിന് ബൈ റോഡ് ഒമാൻ പോകാൻ വളരെ എളുപ്പമാണ്. ഒമാനിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഒമാൻ വിസ നമുക്ക് ആവശ്യമാണ്. പക്ഷേ UAE റെസിഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിസയ്ക്ക് വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല. ഒമാൻ വിസയ്ക്ക് വേറെ ചാർജസ് ഒന്നും ഇല്ലെങ്കിൽ കൂടി നമ്മൾ UAE നിന്ന് എക്സിറ്റ് ആകുമ്പോൾ എക്സിറ്റ് ഫീ എന്ന് പറഞ്ഞിട്ടൊരു 30 dirhams per person അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് കാറിന് ഇൻഷുറൻസ് എടുക്കണം ഒമാനിൽ ഡ്രൈവ് ചെയ്യണമെങ്കിൽ. ഇവിടുന്ന് തന്നെ പല ഇൻഷുറൻസ് കമ്പനികളും നമ്മൾ കാർ റിന്യൂ ചെയ്യുമ്പോൾ ഒമാൻ കവറേജ് ഉള്ളത് കിട്ടും. ഞങ്ങൾ അങ്ങനെ ചൂസ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഇൻഷുറൻസ് എടുക്കേണ്ടി വന്നില്ല. അല്ലാത്തവർക്ക് ഇവിടെ ഒമാൻ ബോർഡറിൽ നിർത്തിയിട്ട് വണ്ടിക്ക് വേറെ ഒരു നമ്മൾ എത്ര ദിവസമാണ് സ്റ്റേ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു മിനിമം ഒരു 130-140 ആ റേഞ്ച് വരും ഇൻഷുറൻസിന്. മെസിയാദ് ബോർഡർ കഴിഞ്ഞ ഉടനെ നമുക്കൊരു കഫറ്റീരിയയും ഒരു ചെറിയ ഗ്രോസറി ഷോപ്പും ഒരു പള്ളിയൊക്കെ കാണാൻ പറ്റും. ഇവിടുന്ന് ചായയും സ്നാക്സൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഈ ഗ്രോസറിയിൽ നിന്ന് സിം വേണ്ടവർക്ക് സിം എടുക്കാം. ഇവിടുത്തെ സിം UAE വെച്ച് നോക്കുമ്പോൾ വളരെ ചീപ്പാണ്. അവിടുന്ന് കുറച്ച് ദൂരം പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് പെട്രോൾ സ്റ്റേഷൻ കിട്ടും. അൽമഹ പറഞ്ഞ കമ്പനിയുടെ പെട്രോൾ സ്റ്റേഷനാണ്. ഒമാനിൽ UAE പെട്രോൾ പ്രൈസിനെക്കാട്ടിയും കുറവാണ്. സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒമാൻ UAE ബോർഡറിൻ്റെ വീഡിയോസൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടുമില്ല, നമ്മൾ എടുത്തിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ പാസ്പോർട്ടും എമിറേറ്റ്സ് IDയും കയ്യിൽ എന്തായാലും വേണം. അതുപോലെ കാറിൻ്റെ മുൽക്കിയ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതെന്തായാലും നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വേണം പോവാൻ. അവർ നമ്മുടെ എമിറേറ്റ്സ് ID നോക്കിയിട്ട് ആണ് നമ്മളെ കടത്തി വിടുകയുള്ളൂ. പിന്നെ നമ്മുടെ പാസ്പോർട്ടിന് മിനിമം 6 months വാലിഡിറ്റി വേണം. അതുപോലെ UAE IDക്ക് മിനിമം എനിക്ക് തോന്നുന്നു 3 months എങ്കിലും വാലിഡിറ്റി വേണം. ഇതില്ലെങ്കിൽ നിങ്ങൾ ചില സമയത്ത് പറഞ്ഞാൽ അവരെ മൂഡ് അനുസരിച്ച് കേൾക്കുമായിരിക്കും. പക്ഷേ ഒഫീഷ്യലായിട്ട് നമ്മുടെ ഈ എമിറേറ്റ്സ് IDയും പാസ്പോർട്ടൊക്കെ മിനിമം ഒരു വാലിഡിറ്റി ഉണ്ടെങ്കിലാണ് അവർ നമ്മളെ ഒമാനിക്ക് കടത്തി വിടുള്ളൂ.
ഒമാനിൽ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ടൗൺ എന്ന് പറയുന്നത് ഇബ്രിയാണ്. ഇബ്രി കഴിഞ്ഞിട്ട് ബെഹ്ലയിലാണ് എൻ്റെ ബ്രദർ ഉള്ളത്. അപ്പോൾ നമ്മൾ ബെഹ്ലയിലാണ് കുറച്ച് ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നമ്മൾ രാത്രിയായി ഇവിടെ എത്തിയപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ ദിവസം വേറെ എവിടെയും പോകാൻ നിന്നില്ല. രാവിലെ എല്ലാവരും എണീറ്റ് റെഡിയായി വന്നപ്പോൾ തന്നെ ഉച്ചയായി. ഇന്നത്തെ നമ്മുടെ യാത്ര മസ്കറ്റിലോട്ടാണ്. നമ്മളെപ്പോൾ ഒമാനിക്ക് വരുമ്പോഴും നമ്മൾ മസ്കറ്റ് പോകാറുണ്ട്. മസ്കറ്റിൽ ഇതുപോലെ 1-2 ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും മസ്കറ്റിൽ പോകാറുണ്ട്. മോൾ ഓഫ് മസ്കറ്റൊക്കെ ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ പോയത് മസ്കറ്റിൽ മത്ര സൂക്കും മത്ര കോർണിഷും കാണാനാണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ മസ്കറ്റിൻ്റെ കോർണിഷ് ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് തന്നെയാണ് മത്ര സൂക്കും. അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് ദൂരം മുന്നോട്ട് പോയി കോർണിഷിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഈ ഭാഗത്തോട്ട് തന്നെ തിരിച്ചു വരാമെന്നുള്ളൊരു തീരുമാനത്തിലാണ്.
ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഒമാനിൽ വന്നിട്ടുണ്ട്. ആ വന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇതുപോലെ മസ്കറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മസ്കറ്റത്തെ ഈ കോർണിഷ് ഏരിയയും ഇവിടുത്തെ ടൗണും എല്ലാം ഞങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. പക്ഷേ ഈ സമ്മർ ആയതുകൊണ്ട്, നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് പുറത്തിറങ്ങിയിട്ട് അധികം നേരം നിൽക്കുക പറഞ്ഞത് പോസിബിൾ അല്ല. അപ്പത്തിന് നല്ല ഹ്യൂമിഡിറ്റി കാരണം പെട്ടെന്ന് നമ്മൾ വിയർക്കും. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും കുറച്ച് നേരമൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ കളിച്ച് ഓടി നടന്ന് കളിക്കുകയൊക്കെ ചെയ്ത്. ഇവിടുത്തെ ലോക്കൽസ് വളരെ ഫ്രണ്ട്ലിയാണ്. ഇവിടെ നമുക്ക് UAE-നെക്കാട്ടിയും കൂടുതൽ ലോക്കൽസിനെ നമുക്ക് സാധാരണ ഷോപ്പുകളിലും അതുപോലെ ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സൊക്കെ ആയിട്ട് നമുക്ക് ലോക്കൽസിനെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഒമാനിൽ വരുമ്പോൾ ഞങ്ങൾ സ്ഥിരം വാങ്ങുന്ന ഒരു ഐറ്റമാണ് ഇവിടുത്തെ ഒമാനി ഹൽവ. ഇപ്രാവശ്യവും ഞങ്ങൾ മിസ് ചെയ്യാതെ തന്നെ വാങ്ങിയിട്ടുണ്ട്. UAE-ൽ പോകുമ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് 2-3 ബോക്സ് ഒമാനി ഹൽവയായിട്ടാണ് പോവാറ്.
വന്നത് സമ്മർ ടൈമിലായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ കോർണിഷ് സൈഡിലൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് മദ്രാസ് സൂക്കിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ എന്താണെന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയും ഇതുപോലെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്, കഫറ്റേരിയകൾ, സുവനീർ വെക്കുന്ന ഷോപ്പുകൾ, പിന്നെ ഒരുപാട് ഷോപ്പുകളാണ് മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ. മസ്കറ്റിൽ വളരെ തിരക്കേറിയ ഒരു സ്ഥലം കൂടിയാണ് ഈ മദ്രാസ് സൂക്ക്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഷോപ്പുകളുണ്ട്. നമ്മൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് 1-2 സുവനീറൊക്കെ വാങ്ങി പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി, മദ്രാസ് സൂക്കിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കണ്ടു. ഈ കോർണിഷിൽ ഒരുപാട് ഷിപ്സ് നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഇതിലൊന്ന് ഒമാൻ സുൽത്താൻ്റെ ഷിപ്പാണ് എന്നാണ് തോന്നുന്നത്. കാരണം നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ വീഡിയോയിൽ അതുപോലെ പറയുന്നത് കേട്ടു. അവിടുന്ന് പിന്നെ ഇറങ്ങിയതിന് ശേഷം കുട്ടികൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാർക്കിൽ പോയി.
പാർക്കിൽ കുറച്ചധികം നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. കുട്ടികൾ കളിച്ചിട്ടും പിന്നെ നല്ലൊരു ക്ലൈമറ്റായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. UAE അത്ര ചൂട് ഞങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ ഇരുന്നതിന് ശേഷം ഇനി ഫുഡ് കഴിക്കാൻ പോവാം എന്നുള്ളൊരു തീരുമാനമായപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ നിസ്വ ഗ്രാൻഡ് മോളിലാണ് പോയത്. പിസ്സ ഹട്ടിൽ നിന്ന് നല്ല പിസ്സ കഴിക്കുക എന്നുള്ളൊരു തീരുമാനമായിരുന്നു. അവിടെ പിസ്സ ഹട്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ അവിടുത്തെ ഫുഡ് കോർട്ടിൽ നമ്മുടെ പിസ്സ ഹട്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കുമ്പോൾ അവിടെ അടുത്ത് തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് പിസ്സ ഹട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് പിസ്സയൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് ഞങ്ങൾ ബഹ്ലയിലോട്ട് തന്നെ പോവുകയാണ്. ബഹ്ലയിൽ നമ്മൾ 2-3 ഡേയ്സ് സ്റ്റേ ചെയ്തിരുന്നു. പിന്നെയുള്ള ദിവസങ്ങളിൽ കാര്യമായിട്ട് എവിടെയും നമ്മൾ പുറത്ത് പോകാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അങ്ങനെ 2-3 ദിവസത്തെ റെസ്റ്റിന് ശേഷം ഞങ്ങൾ തിരിച്ച് UAEയിലോട്ട് പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഒമാൻ ബോർഡറിൽ കാര്യമായിട്ട് ചെക്കിംഗ് ഒന്നുമില്ല. അവർ നമുക്ക് എക്സിറ്റ് അടിച്ച് തരും. പക്ഷേ UAE ബോർഡറിൽ നമ്മുടെ കാറ് അവർ കംപ്ലീറ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കലും അതുപോലെ ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.